പ്രചാരണമൊക്കെ ഏതുവരെ? ഭംഗിയായിട്ട് നടക്കുന്നു. ഇന്നലെ തുടങ്ങി, ഇന്നിനി വൈകിട്ട് കഴക്കൂട്ടത്ത് പദയാത്രയാണ്. അപ്പോൾ എല്ലാ ദിവസവും മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പദയാത്രയായി ആളുകളെ നേരിട്ട് കാണുക എന്നുള്ളതാണ് പരിപാടി. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണം? വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ്. നല്ല പരിപാടി. ഇപ്പോൾ നമുക്കറിയാം, ഇതിപ്പോൾ LDF കടകംപള്ളി സുരേന്ദ്രൻ MLA ആണ്. അപ്പോൾ അദ്ദേഹം നേടിയൊരു ഭൂരിപക്ഷമുണ്ട്. അതിനെ മറികടക്കുമോ BJP? അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്കിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസക്തി ഇല്ലല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് മതിയായിരുന്നെങ്കിൽ ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണ്ടല്ലോ. അതിൽ അപ്രസക്തമാണ്. ആ ഭൂരിപക്ഷം ഒന്നും ഒരു പ്രസക്തിയില്ല. കടകംപള്ളി സുരേന്ദ്രൻ ഈ മണ്ഡലത്തിൽ ഇതിനു മുമ്പ് തോറ്റിട്ടുണ്ട്, ജയിച്ചതിന് ശേഷം തോറ്റിട്ടുണ്ട്. പ്രധാന ആയുധം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തന്നെയാണോ? ആയുധമല്ല, ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ജനപ്രതിനിധിക്കും സർക്കാരിനും സാധിക്കാത്ത സാഹചര്യത്തിൽ ജനങ്ങൾ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവണം. ഈ 5 വർഷം നോക്കുമ്പോൾ ഈ മണ്ഡലത്തില് എങ്ങനെയുണ്ട് ഭരണം? ഇവിടെ വെള്ളം കുടിക്കാനുള്ള വെള്ളം കിട്ടുന്നില്ല എന്നാണ് ആൾക്കാർ പരാതി പറയുന്നത്. അപ്പോൾ പിന്നെ ഭരണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ, ഏറ്റവും നല്ല ഇതാണ്, അടയാളമാണ്. വെള്ളം കൊടുക്കാൻ ദാഹജലം കിട്ടാതെ ജനങ്ങൾ വലയുന്നു. അപ്പോൾ ഭരണം എങ്ങനെയാണെന്നുള്ളതിന് വേറെ കൂടുതൽ വിലയിരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ BJP എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് കഴക്കൂട്ടത്തെ വോട്ടർമാർക്ക് തന്നെ? നരേന്ദ്രമോദി സർക്കാർ നടത്തിയിട്ടുള്ള വികസനം അത് കഴക്കൂട്ടത്തെ ജനങ്ങൾക്കറിയാം. മുടങ്ങിക്കിടന്ന കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് നിർമ്മിച്ചത് നരേന്ദ്രമോദിയാണ്. അതൊരു ഉദാഹരണമാണ്. നിരവധി കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി കഴക്കൂട്ടത്തെ ജനങ്ങൾക്ക് ജനങ്ങളുടെ വികസനം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ LDF-നൊപ്പം നിൽക്കുന്ന കഴക്കൂട്ടം വോട്ടർമാര് ഇപ്പോൾ നിലവിൽ അവർ LDF-നൊപ്പമാണ്. അപ്പോൾ BJP ഇപ്രാവശ്യം എന്തായാലും BJP-ക്കൊപ്പം നിൽക്കുമെന്നോ ആരും LDF-നൊപ്പോ UDF-നൊപ്പോ ഓരോ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം അനുസരിച്ചിട്ട് വോട്ട് ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം അനുസരിച്ചിട്ട് അന്ന് വോട്ട് ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം അനുസരിച്ചിട്ട് ജനങ്ങൾ ഈ തവണ വോട്ട് ചെയ്യും. ഒരു ഭരണമാറ്റം ജനങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് അനുകൂലമായിട്ട് മാറുക BJP-ക്ക്? ഇതൊക്കെ തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. മാറാത്തത് മാറും, എല്ലാം മാറും. അപ്പോ കഴക്കൂട്ടത്ത് തെരഞ്ഞെടുപ്പ് ഏതുവരെ എത്തി? കടകംപള്ളി സുരേന്ദ്രൻ തന്നെ. അത് ഉറപ്പാണ്. മറ്റാരുണ്ടല്ലേ LDF? അപ്പൊ ഈ ശബരിമല വിഷയമൊക്കെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ട്? അതൊന്നും ബാധിക്കില്ല. അതൊക്കെ ചുമ്മാ കള്ള പ്രചാരണങ്ങളാണ്. ചുമ്മാ അവര് ഇതിന്റെ യഥാർത്ഥ കണ്ണി ശിവമോഹൻ്റെ അനിയനാണ് ശബരിമല പ്രശ്നം. പിന്നെ കടകംപള്ളി അന്ന് ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. അങ്ങേരെ പേരിൽ നമുക്ക് പാർട്ടിപരമായിട്ട് ഒരു അഭിപ്രായമില്ല. നമുക്കറിയാം, ഇവിടെ വാഹിദ് MLA ആയിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു LDF-ലേക്ക് ഇവിടുത്തെ ജനങ്ങൾ മാറിയത്. അപ്പൊ ഇത്തവണ അത് തുടരും, മറ്റ് ചാഞ്ചാട്ടൊന്നും ഉണ്ടാകില്ല? നല്ല ഭൂരിപക്ഷത്തോട് കടകംപള്ളി ജയിക്കും. കാരണം അത്ര വികസനമാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. നമ്മളെ കഴക്കൂട്ടം മണ്ഡലം ശരി, ആനാറ് റോഡൊക്കെ പോകണ്ടില്ലേ, ബൈപ്പാസ് മാതിരി പണി നടക്കുകയാണ്. അതിന്റെ മുക്കാഭാഗവും പണി തീർന്നു. ഇനി കാൽഭാഗമേ ഉള്ളൂ. വെമ്പാലട്ടം വരെ ഓരോ കോട്ട വരെ ചെയ്തിട്ടുണ്ട്. ഓരോ കോട്ട റോഡെല്ലാം ഫിനിഷായി. ഇനിയിപ്പം മറ്റേ ഇവിടെ ഊളംകുഴിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള റോഡാണ് തീരാൻ കിടക്കുന്നത്. അത് പെട്ടെന്ന് തീരും. അവർ കഴിഞ്ഞ മാസം 17-ാം തീയതി ഉദ്ഘാടനം വെച്ചിരുന്നതാണ്. LDF തന്നെ ജയിക്കും. അതെനിക്ക് അറിഞ്ഞൂടാ, ആരെങ്കിലും ജയിക്കട്ടെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ വികസനമൊക്കെ? എങ്ങനെയുണ്ട്? വികസനമൊന്നും കുഴപ്പമില്ല. അങ്ങനെ നല്ല രീതിയിൽ പോയത്. പരാതിയൊന്നുമില്ല MLA? പരാതിയൊന്നുമില്ല. അപ്പോ കൂടുതൽ ഈ വികസനങ്ങൾ ആവശ്യമുണ്ട്. ഇനി വികസനം, പിന്നെ റോഡൊക്കെ ഒന്ന് പുരോഗമിക്കണം. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ആരെ ജയിക്കുന്നു അവർ ചെയ്യട്ടെ, അത്രേ ഉള്ളൂ. ഭരണമാറ്റം ഉണ്ടാകും. എന്തോ ഭരണമാറ്റം ഉണ്ടാകും. മാറ്റം വേണമല്ലോ. അതെ, വേണം. ബന്ധമില്ല. വോട്ട് ചെയ്യില്ല. വോട്ട് ചെയ്യും. എങ്ങനെയുണ്ട് മണ്ഡലത്തിലെ വികസനമൊക്കെ? എങ്ങനെയുണ്ട്? ഒന്നും അഭിപ്രായം പറയാലോ. നമ്മളാണ് തെരഞ്ഞെടുപ്പിലൂടെ നമ്മളെ ഭരിക്കേണ്ടുന്നവരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതിനുള്ള അവകാശം നമുക്കാണ്. അപ്പൊ എങ്ങനെ എത്തരത്തിലുള്ള ഭരണം മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ജീവിച്ചു പോകാം. നമ്മൾ വേറെ അഭിപ്രായങ്ങളൊന്നുമില്ല. ആര് ഈ ഒരു മണ്ഡലം, കഴക്കൂട്ടം മണ്ഡലം ആര് ഭരിക്കണം? മണ്ഡലത്തില് മുരളിച്ചേട്ടൻ.
മുരളി സാർ വരണം. ഇപ്പൊ LDF-ന്റെ ഒരു കോട്ടയാണ്, അത് തകർക്കും. അതൊക്കെ മാറി. എന്തുകൊണ്ട് അദ്ദേഹം വരണം? പിന്നെ അഴിമതി കേസ്, സ്വർണ്ണക്കേസ് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആളുകൾ പുറത്തു കൊടുക്കും. അപ്പൊ അതിനെ കൊണ്ട് ഒരു മാറ്റം വരണം എന്നെ ആഗ്രഹിക്കുന്നു. വികസനമൊക്കെ എങ്ങനെയുണ്ട് നിലവിലെ? ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റിലെ വികസനം അവരല്ലേ നടത്തണം. എന്നിട്ട് ഇവര് പറയണമെന്ന് പറഞ്ഞാൽ ഇവര് കള്ളത്തിനല്ലേ പറയണം. ഇവരാണ് ഇവിടെ വികസനം നടത്തണം. ഇവരല്ലല്ലോ, കേന്ദ്രത്തിൽ നിന്നാണല്ലോ വികസനം. ഇപ്പോ ഭക്തരെ സംബന്ധിച്ച് വലിയൊരു പ്രാധാന്യമുള്ള ഇടമാണ് ശബരിമല. അപ്പൊ അവിടുത്തെ ആ ഒരു കൊള്ളയൊക്കെ അത് സർക്കാരിൽ നിന്ന് ഒരുപാട് പേര് അകലുന്നതിന് കാരണമായി. അത് പ്രത്യേകം ജനങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ ഓരോ ദിവസം. അപ്പൊ അലർച്ച വരും. അപ്പൊ ഇനിയിപ്പം BJP കഴക്കൂട്ടം മണ്ഡലം ഭരിക്കും. അപ്പോ ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും കഴക്കൂട്ടത്ത് നിന്ന് ഒരു BJP അക്കൗണ്ട് നിയമസഭയിൽ തുറന്നിരിക്കും. നിയമസഭ ഭരണം അത് കഴിഞ്ഞ് 2-3 തവണയായിട്ട് മാറിയിരിക്കും. അതിപ്പോ എന്തിനായിരുന്നാലും തുടക്കം കൊടുക്കും. അപ്പൊ നമുക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ അറിയാം BJP ഒരുപാട് മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഒരുപാട് പ്രതികരിക്കും. അതിലൊരു മാറ്റമില്ല. ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആഗ്രഹിക്കും. തീർച്ചയായിട്ടും 10 വർഷം കൊണ്ട് ഭരിക്കുകയില്ല. എല്ലാ പ്രശ്നങ്ങളും തകിടം മറിഞ്ഞ് കിടക്കുക. തീർച്ചയായിട്ടും ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നു. ഇപ്പം ശബരിമല വിഷയങ്ങളായാലും സ്വർണ്ണക്കൊള്ളയായാലും അതിന്റെ ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. ആ പുള്ളിയാണ് ഇവിടെ നിൽക്കുന്നത്. വീണ്ടും നിൽക്കുകയാണ്. ഈ പ്രാവശ്യം എന്തായാലും ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ പ്രാവശ്യം V. മുരളീധരൻ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു പൂർണ്ണമായിട്ട് വിശ്വാസം. അദ്ദേഹം അതിനുള്ള രീതിയിൽ നല്ല അതിൻ്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ തന്നെ നമ്മളെ ഈ കണ്ണമ്പൂല റോഡ്, കണ്ണമ്പൂല തോട്ടുകരയുള്ള റോഡ്, ആ പുതിയൊരു പാലം, കടകംപള്ളി ഒന്ന് ഉദ്ഘാടനം ചെയ്ത പാലം, ആ പാലം എന്ന് പറഞ്ഞാൽ ശോചനീയ അവസ്ഥയിൽ കിടക്കും. ഒരു രീതിയിൽ നമുക്ക് പോകുന്നുണ്ട്. നമുക്ക് അപ്പുറത്ത് അവരെ കടകംപള്ളിയിൽ നിന്ന് അപ്പുറത്ത് ആനയറണ്ടോട്ട് പോകാൻ പറ്റുന്ന നമ്മളെ ഏറ്റവും വലിയൊരു വഴിയാണ് ആ പാലം. ആ പാലം പണിഞ്ഞിട്ട് എങ്ങനെ പോയിട്ടൊരു 5-6 കൊല്ലമായി ആ പാലം അങ്ങനെ തന്നെ കിടക്കുകയും ഒരു രീതിയിൽ ആ നാട്ടുകാർക്ക് ഒരു വളരെയേറെ ബുദ്ധിമുട്ടും. ആ റോഡ് നിങ്ങൾക്ക് പരിശോധിച്ച് അറിയാം. കണ്ണമൂലയിൽ നിന്ന് തോട്ടുറമ്പി പോകുന്ന റോഡെന്ന് പറഞ്ഞാൽ നടന്നു പോകാൻ പോലും നമുക്ക് പറ്റൂല. അത്രയ്ക്ക് നെല്ലിക്കുഴി പോകുന്ന റോഡാണ്. ജീവിതം അത്രയ്ക്ക് അവിടെയുള്ള നാട്ടുകാർ വഴിമുട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ ജയിക്കൂല. ഉറപ്പായിട്ടും BJP കൊണ്ടുപോകുന്നതാണ് എൻ്റെ ഒരു പൂർണ്ണമായ ഒരു ആത്മവിശ്വാസം. അതാണ്. ചേട്ടൻ ഭക്തനാണോ? എന്ത് വ്യക്തനാണ് ശബരിമല ആ വിഷയം വലിയ? തീർച്ചയായിട്ടും ഞാൻ ജനിച്ചൊരു ഹിന്ദുവായിട്ടാണ്. ഇപ്പോഴും ശബരിമല പോയേ ഉള്ളൂ കഴിഞ്ഞ മാസം. അപ്പം ശബരിമല ഈ കൊള്ളകളെന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് ഈ ഭരണം കൊടുക്കുന്ന ഇപ്പം ദേവസ്വം ബോർഡ് മന്ത്രിയായ പോലും തൊഴപോലും ഇല്ല. നമ്മൾ ഹിന്ദുവായാൽ നമ്മൾ തൊഴും. അപ്പൊ ഇവര് പള്ളിയിൽ പോയ ഇവരിൽ നിന്ന് തൊഴുകയും ചെയ്ത് തൊപ്പി വയ്ക്കുകയും ചെയ്യും. നമുക്ക് എല്ലാ വിശ്വാസത്തിനും നമ്മൾ പോണ ആൾക്കാരാണ് നമ്മൾ. പക്ഷെ അവർക്ക് ഹിന്ദു ഭൂരിപക്ഷം അവരെ വോട്ട് നേടിയിട്ട് നമുക്കൊരു ഉപയോഗവും ഇല്ല. മറ്റുള്ളവർക്ക് ഉപയോഗം കൊടുക്കുന്നതനുസരിച്ച് എല്ലാവരും കൊടുക്കുക. അവർക്ക് ഉപയോഗമുള്ള സമയത്ത് നാട്ടുകാർക്ക് ഉപയോഗമില്ല. എല്ലാം സ്വന്തമായിട്ട് കൊണ്ടുപോകണം, അടിച്ചു മാറ്റണം എന്നുള്ള ചിന്തയേ ഉള്ളൂ. അപ്പം ഇവര് PSC ഏരിയ പോലും PSCക്ക് ജോലിയില്ല. എത്രയും കുട്ടികൾ ഇപ്പൊ പോലീസിൽ ജോലി കിട്ടിയിട്ട് ആ പിള്ളേർക്ക് ജോലി ഇല്ലാതെ ആ പിള്ളേരെ എല്ലാം ലാപ്സായി കിടക്കും. എല്ലാവരും ജോലിയിൽ PSCക്ക് ഒന്നും വിളിക്കുന്നില്ല. എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ്. ഈ സർക്കാരിന് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാൻ പോകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. ശബരിമല മാത്രമല്ലല്ലോ, ബാക്കി എന്തെല്ലാം അഴിമതികളുണ്ട്. ഇപ്പൊ ജോലി സംബന്ധമായിട്ട് ആർക്കും PSC ജോലിയുണ്ട്. ഇപ്പൊ PSC ആർക്കും ജോലിയുണ്ട്. PSC നമ്മുടെ സഹോദരന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. ആർക്കും ജോലിയില്ല. ഇനിയിപ്പോ എന്റെ കൂടെ അറിയുന്നുള്ള ഒരു വീടിന്റെ അടുത്തുള്ള പോയി തന്നെ പോലീസിൽ ടെസ്റ്റ് ജോലി ചെയ്തു. മറ്റേ മുട്ടിലെഴിഞ്ഞ ഒരു സമയത്ത് മുട്ടിലെഴിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ അവന്റെ ജോലി പോയി. അപ്പൊ അതേ കണക്ക് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഏതെങ്കിലും 20-22 വയസ്സായ പിള്ളേർ ഇപ്പൊ ഇവിടെ ഉണ്ടാ. എല്ലാവരും വിദേശത്ത് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ കേരളത്തില് ഒരു വികസനവും ഇല്ല എന്നാണ് എന്റെ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം ത്രികോണ മത്സരമായിരിക്കും എന്നാണ് എന്റെ ചിന്ത. എല്ലാവരും ചിന്തയായിരിക്കും. നല്ലൊരു മത്സരമായിരിക്കും.